നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുമുണ്ട്. എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നമ്മൾ ചുറ്റുപാടും നോക്കുകയാണെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരിൽ കൂടുതലും ഉന്നത വിദ്യാഭ്യാസം നേടിയവർ തന്നെയാണ്. കൂടെ വർക്ക് ചെയ്ത ഡോക്ടറെ ബലാത്സംഗം ചെയ്തവർ തുടങ്ങി സ്വന്തം സഹപ്രവർത്തകയും ക്രൂരമായി മർദ്ദിച്ച വക്കീൽ, സ്വന്തം കൂടപ്പിറപ്പിനെ രക്തബന്ധങ്ങളെ ഒരു കാരുണ്യമില്ലാതെ കൊന്നുകളഞ്ഞ വെഞ്ഞാറമൂടിലെ യുവാവ് വരെ, അങ്ങനെ എത്രയോ കുറ്റകൃത്യങ്ങൾ. ഇവർക്കൊന്നും വിദ്യാഭ്യാസത്തിന് കുറവ് കൊണ്ടല്ല, ഇവരെല്ലാവരും തന്നെ വിദ്യാസമ്പന്നർ തന്നെയാണ്. പക്ഷേ ഇവർക്കില്ലാതെ പോയത് ദൈവികമായ പരിജ്ഞാനമാണ്. പ്രിയ ദൈവമക്കളെ, ഒരുപാട് വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് കാര്യമില്ല. നമ്മൾ നേടിയ വിദ്യാഭ്യാസം, നേടിയ അറിവ് ആത്മീയമായി എങ്ങനെ പ്രയോജനപ്പെടുത്താം, മറ്റുള്ളവർക്ക് നന്മ പകരുന്ന രീതിയിൽ എങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്താം എന്നതിലാണ് കാര്യം. വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. പ്രിയ ദൈവമക്കൾ, അവൻ്റെ വചനം, അവൻ്റെ സാക്ഷ്യങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ധ്യാനമായിരിക്കണം. ഈ വചനം മൂലം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.